എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമ്മിൽ പലരും ഏതാണ്ട് 75% ആൾക്കാർക്കും സാധാരണ കണ്ടുവരാറുള്ളൊരു രോഗമാണ്. ആ രോഗത്തിൻ്റെ പേർ ഞാൻ പറയാം. അതിനു മുമ്പേ സാധാരണ നമ്മൾക്ക് കണ്ടുവരാറുള്ളൊരു മറ്റൊരു രോഗമാണ് കോൾഡ് എഫക്റ്റ്, ഫീവർ, ചെറിയൊരു ബോഡിക്കൽ ബാക്ക് പെയിൻ, ഇങ്ങനെ പല കൊച്ചു കൊച്ചു രോഗങ്ങൾ. അതൊക്കെ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് സ്റ്റോറിൽ ചെന്ന് എന്തെങ്കിലും ടാബ്ലറ്റ്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുന്നു, തീർന്നു, ഇനഫ്. എന്നാൽ ആ രീതിയിലുള്ളൊരു രോഗമാണ് നമ്മൾ വലിയ ഭയപ്പെട്ടിരിക്കുന്ന രോഗമെന്ന് പറയുന്ന ക്യാൻസർ. അതിന് 4 സ്റ്റേജുണ്ട്. ഇത് തുടക്കം കുറിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുന്ന ഒരു സമയമുണ്ട്. മോസ്റ്റ്ലി ഏതാണ്ട് ഒരു 65-70 ആൻഡ് 70 വയസ്സാകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് നമുക്ക് അറിയാം. ആദ്യത്തെ സ്റ്റേജാണെന്ന്. ഓരോ മാതാപിതാക്കളും വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കും, അവരെ നല്ലൊരു പൊസിഷനിലെത്തിക്കും. ദെൻ ഇവരെത്തുന്ന ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലാണ്. ഇതിൽ കുറച്ചധികം ആൾക്ക് നല്ല സാമ്പത്തിക ഭദ്രത ഉള്ളവരുമായിരിക്കും. അപ്പോൾ ഇതിൽ പലരും ഒരു ഫാഷനാണ് ഒരു ഫുൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക. എന്നാലും എല്ലാവരും ഒരു ആഗ്രഹമാണ്. അല്ലെങ്കിൽ കുട്ടികളൊരു അമ്മ പോയി ഒരു ചെക്കപ്പ്, ഏറ്റവും മുന്തിയ തരം ഒരു ലാബിൽ പോവും, ഒരു ചെക്കപ്പൊക്കെ കഴിയും. ആ റിപ്പോർട്ടും കൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണും. അത് പോയി പെടുന്നത് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലായിരിക്കും. അപ്പോൾ ഡോക്ടർ എല്ലാം ചെക്ക്, ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഒരു ടെസ്റ്റ് കൂടെ ചെയ്യണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു എന്താ പറയുക, ഒരു അഡ്വൈസ്. ഡോക്ടറല്ലേ, മിക്കവാറും പരിചയമുള്ള ഡോക്ടറൊക്കെ ആയിരിക്കും. അതേ ഡോക്ടറിനും ഒരു സാറ്റിസ്ഫാക്ഷനാണ്, ഇങ്ങനെ ഒരു രോഗി വന്നു, കുറച്ചുകൂടി ഒരു വിശദമാക്കി കളയാന്നുള്ള രീതിയിൽ ഞാനെത്തും. അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് പ്രായം ഒരു 65-70 വയസ്സായിരിക്കും. അപ്പോൾ ആദ്യം ഒരു ജനറൽ ഇത് കഴിഞ്ഞ് ദെൻ സെക്കൻഡ് ടൈം ഈ ഡോക്ടറിൻ്റെ അഡ്വൈസ് കിട്ടി മറ്റൊരു ഇത്. അപ്പോൾ അതിൽ പറയും, ഡോക്ടർ ഞാൻ വിചാരിച്ച കണക്കാണ്, എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ അതപ്പോൾ പറയണ്ടെന്ന് കരുതി വിഷമിക്കാന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് വ്യക്തമായി കുഴപ്പമില്ല, ഇത് ഫസ്റ്റ് സ്റ്റേജാണ്, മരുന്ന് കഴിക്കാൻ മാറാന്നുള്ളത്. അങ്ങനെ അദ്ദേഹം വലിയൊരു ബിരുദമായി വീട്ടിലേക്ക് മടങ്ങിയെത്തും. കാര്യം തൻ്റെ ഇടമുള്ളവരാണെങ്കിൽ അത് സ്വാഭാവികം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഐ ട്രീറ്റ് ഓൺലി ജസ്റ്റ് ലൈക്ക് എ കോൾഡ് എഫക്റ്റ്. ഞാൻ അങ്ങനെ കാണത്തുള്ളൂ. കാരണം ഞാൻ പോകാറില്ല, ഒന്നും ചെയ്യാറില്ല. ബട്ട് ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. എന്താണ് നമ്മുടെ ജീവിതശൈലി, നമ്മൾ മദ്യപാനിയായിരുന്നോ, സ്മോക്കിംഗ് ചെയ്യുന്ന ആളാണോ, റെസ്റ്റ്ലെസ് ജോബായിരുന്നോ, നേരത്തിന് ആഹാരം കഴിക്കുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ബോഡിയിൽ എഫക്റ്റ് ആകും. പക്ഷേ അത് ഉടനൊന്നും എഫക്റ്റ് ഇതിൻ്റെ ആൾ ടുഗദർ ആൻഡ് ആ ശരിക്കുള്ളൊരു ഫൈനൽ ഇത് നമ്മൾ എത്തിച്ചേരുന്ന ഒരു 65-70 വയസ്സാകുമ്പോൾ ചെറിയൊരു സിംറ്റംസ്, ക്ഷീണങ്ങൾ പലതൊക്കെ ഉണ്ടാകും. ഇറ്റ്സ് എ നാച്ചുറൽ. ത്രൂ ഔട്ട് ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കൊണ്ട് സമയത്തിന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, ബാക്ക് പെയിൻ വരും. കാരണം അവർ ഒരേ പൊസിഷനിലിരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ കമ്പ്യൂട്ടറിൽ ഫണ്ടിരിക്കുന്നവർ, അവർക്ക് അനങ്ങും യാതൊരു വ്യായാമം ഒന്നും കാണത്തില്ല. അത് തന്നെ ഇരുന്നിങ്ങനെ ഈ ഫിംഗറിങ് ചെയ്തുകൊണ്ട് ദേ വിൽ ആൾസോ ഹാവ് സം അതർ ടൈപ്പ് ഓഫ് ചിലപ്പോൾ ഈ കഴുത്തിരിയാമ്പിൽ നെക്ക് പ്രോബ്ലം, ഇങ്ങനെയൊക്കെ പലതും കാണും. ഐസ് പ്രോബ്ലം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ തിങ്സ് ഹൗ വി വർക്ക്. അതിനൊക്കെ ബേസ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മളൊന്ന് മാത്രം മനസ്സിലാക്കുക, ഒരു 65-70 വയസ്സാകുമ്പോൾ നമുക്ക് ഇപ്പോഴും ചിലവർക്ക് കൊണ്ടൊരു ഡീസൻഷൻ, ഇത് പറയാനൊരു ഡീസൻഷൻ. എനിക്ക് ശകലം ഷുഗറുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യാൻസറിൻ്റെ സിംറ്റംസ് ഉണ്ട്. ചിലർ സ്റ്റൈലായിട്ട് കിടക്കും. എനിക്ക് ക്യാൻസർ ഉണ്ട്, ഞാൻ സ്റ്റൈലായിട്ട് കാണും. ഐ നെവർ ഗെറ്റ് ഡിസപ്പോയിൻറ്റ്. ഞാൻ ഡിസപ്പോയിൻ്റ് ആകില്ല. കാരണം മൈ ഏജ് ഈസ് ആൾമോസ്റ്റ് എൻജോയ് ദ ലൈഫ് വെരി വെൽ. ഞാൻ നല്ല പഞ്ചസാര ഒക്കെ കഴിക്കും, ഷുഗർ ഐ വിൽ ടേക്ക് ഇറ്റ് വെരി വെൽ. അപ്പോൾ ഐ ലീസ് ബാദർ അബൌട്ട് ദാറ്റ് വൺ. എനിക്ക് ബോഡിക്കൽ കോൾഡ് എഫക്റ്റ് വരും, പനി അങ്ങനെ പറയാറില്ല. എന്തായാലും ഐ ഡു മൈ റൊട്ടൈൻസ് വിത്ത് ദ ലൈഫ്. ഐ ആം ടേക്കിംഗ് മോർ ബോഡിക്കൽ കോഷ്യസ് ആണ്. ഈ വ്യായാമത്തിന് ഫുഡിൻ്റെ കാര്യമായാലും എനിത്തിങ് ഐ വിൽ ടേക്ക് എ ലിമിറ്റ്. വിത്തൗട്ട് അൺലിമിറ്റഡ് ആയിട്ട് പോകില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ഒരു 70-75 വയസ്സാകുമ്പോൾ ആൾമോസ്റ്റ് എല്ലാവരും ചെറിയൊരു ക്യാൻസർ സിംറ്റംസൊക്കെ ശരീരത്തിൽ കാണും. അതുപോലെ നമ്മൾ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ അത് 5 സ്റ്റാർ ടൈപ്പ് ക്യാൻസർ ആയിരിക്കും. ഒരു സാധാരണ ചെറുപാതര ആ ഒരു ലെവലുള്ള ഇതായിരിക്കും. പക്ഷേ എങ്കിൽ തന്നെയും
ഒരു 75,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷനൊക്കെ അടിക്കുന്ന ക്യാൻസറൊക്കെ ഉണ്ട്. അതിൽ 75,000 റുപ്പീസിൻ്റെ ക്യാൻസറൊക്കെ അടിച്ചാൽ നമുക്ക് അത് ഒരു സാറ്റിസ്ഫാക്ഷൻ നാം തന്നെ അങ്ങനെ റീഗെയിൻ ചെയ്യണം. നമുക്ക് നമ്മുടെ ആയുസ് കൂട്ടിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വലിയ വില കൂടിയ ഇഞ്ചക്ഷനാണല്ലോ ഇതൊക്കെ എന്നുള്ളൊരു ധാരണയിൽ ആ മനുഷ്യർ ആ ഒരു കെയർഫിനും കുറച്ച് ജീവിക്കുന്നുണ്ട്, കുറച്ച് നാൾ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാൻസർ ഇല്ലാത്ത ഒരു ശരീരവുമില്ല. ക്യാൻസർ എല്ലാവരിലും ഉണ്ട്. എപ്പോഴും നമ്മുടെ മനുഷ്യ ശരീരം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ കാര്യങ്ങളുണ്ട് ഈ സെല്ലുകൾ കുറച്ച് ആക്ടിവേഷൻ ആകും, അല്ലെങ്കിൽ ഇന്നാക്റ്റീവായിട്ട് അവിടെ ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. നല്ല അധ്വാനം നല്ല ഇതും ഈ ക്യാൻസർ അതിൻ്റെയൊക്കെ കാരണങ്ങളൊന്നും നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് അതിൻ്റെ പ്രിവെൻറ്റേഷനൊക്കെ ചെയ്താൽ ഇറ്റ്സ് നത്തിങ്. സോ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞ് എപ്പോഴും ഇറ്റ്സ് നത്തിങ് ടു വറി. വാട്ട് ഈസ് ദിസ്? ക്യാൻസർ എന്ന് ഒരു ജലദോഷം ഇതുമായിട്ട് കണ്ടാൽ മതി. പിന്നെ നിങ്ങൾ അവിടെ ഇവിടെ ഒരു വലിയ മുന്തിയ ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്ക് മുന്തിയ തരം ക്യാൻസറുമായിരിക്കും എന്ന് കരുതിക്കോളൂ. കാര്യം ഈ വില കുറഞ്ഞ മരുന്നുകളൊക്കെ ആണെങ്കിൽ കമ്പനിക്കാർ വിടുന്ന റേറ്റ് അതൊരു 5 സ്റ്റാർ ഹോസ്പിറ്റലും അവിടെ ഇരിക്കുന്ന ഡോക്ടറും ആ റേറ്റൊക്കെ അങ്ങോട്ട് മാറും. അതിന് വേറെ പേരായിരിക്കും. ഇങ്ങനെയൊക്കെ പല കോലാഹലങ്ങളൊക്കെ കാട്ടിക്കൂട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് സുഹൃത്തുക്കളോട് ഈ വീഡിയോ വീക്ഷിക്കുന്നവരോട് പറയാണ്, ദയവ് നിങ്ങൾ ഈ വീഡിയോസ് അയച്ചാൽ മറ്റു പലർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം പലരും പേടിച്ച് ഭയന്നിരിക്കുന്നവരുണ്ട്. എന്തിനാണെന്ന് ഒരു 75-80 വയസ്സാകുമ്പോൾ വി ആർ ഓൾമോസ്റ്റ് വി ഫിനിഷ്ഡ് അവർ ജോബ്. നമ്മുടെ ലൈഫ് ടൈമിലൊക്കെ നമ്മൾ ഏതാണ്ടൊക്കെ അനുഭവിക്കേണ്ടത് അനുഭവിച്ച് കഴിയും, യാതൊരു കുഴപ്പമില്ലെന്ന്. പിന്നെ പിള്ളേരുമില്ല ന്യൂയോർക്കിലോ വല്ല ലണ്ടനിലോ എവിടെയൊക്കെ ഇരുന്ന് അവർ ഇഷ്ടംമാതിരി പൈസ ഡോക്ടറായിരിക്കും, എഞ്ചിനീയർക്കും ഒത്തിരി കാശൊക്കെ തരും, വലിയ സെറ്റപ്പൊക്കെ ആയിരിക്കുമ്പോൾ ചിലർക്ക് തോന്നല ഒരു നല്ല ഒരു ഇത് ചെയ്യാൻ ഒന്നുമില്ല. അത് ആ സാമ്പത്തികത്തിൻ്റെ ഇതൊക്കെ വെച്ച് ശരീരം പെർഫെക്റ്റ് ആണെന്നുള്ള ഇതിൽ വലിയ ലാഭം. ഇപ്പോൾ എവിടെയൊക്കെ പട്ടു കൊടുത്താൽ അതൊരു കാരാഗ്രഹത്തിൽ പെട്ടെന്ന് കരുതിക്കൊണ്ടാൽ മതി. ഞാൻ ഡോക്ടേഴ്സിനെ കുറ്റം പറയുന്നില്ല, മരുന്നിനെ കുറ്റം ഒന്നും പറയുന്നില്ല. ഞാൻ കുറ്റം പറയുന്നത് ഈ രോഗികളായി നമ്മൾ ഒരു ഡോക്ടറിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്നവരെയാണ്. ഒരു 75 വയസ്സാകുമ്പോൾ എല്ലാ ശരീരത്തിലൊക്കെ അത് ഒരു ട്രെയിൻഡ് അല്ലാതെ, അത് സഹാബ് അച്യുതാനന്ദനെ പോലെയൊക്കെ മുൻകൂട്ടി ഒരു പ്രോഗ്രാം ആയിരിക്കണം. 100 വയസ്സ് വരെ അങ്ങോട്ട് പോകും. വൈ വി ഷുഡ് ലീവ് അപ് ടു 100 ഇയേഴ്സ്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് സ്ട്രെങ്തായിട്ട് നല്ല ഇതായിട്ടിരിക്കാൻ, മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാതെ വി ഹാവ് ടു ഗുഡ് ബൈ, ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞ് പോകണം. അതുമല്ല ഈ മരണമെന്ന് വെച്ചൊരു രസമുള്ളൊരു കാര്യമാണ്. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ടത്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റും കുടിക്കുന്ന സുഹൃത്തു പോലെയും ബന്ധുക്കൾ, ഭാര്യ, മക്കൾ, അവരുടെ കണ്ണീരും തോരാത്തകരും അവരുടെ ആ കരച്ചുമ്പോഴൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പോൾ യു ഫീൽ ഹാപ്പി. ചിന്തിക്കാം, ഞാനിങ്ങനെ വിളിച്ച് എൻ്റെ ബന്ധുക്കൾ കാണാത്തവരൊക്കെ വരും. അപ്പോഴും പലരും പല കമൻറ്റ്സ് ചെയ്യും, പാവം നല്ലൊരു മനുഷ്യനായിരുന്നു, ആര് തല്ലിപ്പൊളി ആയിരിക്കും, പക്ഷെ അപ്പോഴും നല്ലൊരു സർട്ടിഫിക്കറ്റ് കാരണം കേൾക്കാൻ പോകും. ആ പ്രേതം മൃതശരീരമായിരിക്കുന്നവരാരാ കേൾക്കാൻ പോണത്? അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കളോടൊന്ന് പറയുന്നു, നത്തിങ് ടു വറി. ക്യാൻസർ എന്ന് പറഞ്ഞ് ഈ ട്രീറ്റ് ആശയ ഒരു ജലദോഷം ഇതുപോലെയൊക്കെ കണ്ടാൽ മതി. പിന്നെ കുറച്ച് വില കൂടിയ മരുന്നാണ്. അത് നിങ്ങൾ ഏത് ഹോസ്പിറ്റൽ അതിൻ്റെ നിലവാരം അനുസരിച്ച് ആ മരുന്നിനും വില കാണും. ഇങ്ങനെ കരുതിക്കേണ്ടാൽ മതി. ദൈവം തന്നൊരു ആയുസ്സുണ്ടല്ലോ, ആ ഒരു ആയുസ്സോടെ നമ്മൾ ജീവിച്ചിരിക്കും എന്ന് വിചാരിച്ച് മരുന്നിനോട് എതിർപ്പ് പറയുന്നില്ല, മരുന്ന് കഴിക്കുന്ന കുഴപ്പമൊന്നും പറയുന്നില്ല. കാരണം നിങ്ങളിൽ കൂടി പലരും ഈ ലോകത്ത് ജീവിക്കണം, പലരും പല സ്ഥാപനങ്ങളും. അത് കാരണം നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു ബെസ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലാണ്. അവരിങ്ങനെ കെട്ടി ഇങ്ങനെ പോകും. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൻ്റെ ചരിത്രം എടുക്കും, ഈ ഞാൻ പേര് പറയുന്നില്ല, നിങ്ങളൊന്ന് ആഴ്ച ട്രിവാൻഡ്രമായിരുന്നാലും കോഴിക്കോടായിരുന്നാലും എറണാകുളമായിരുന്നാലും കണ്ണൂരായിരുന്നാലും ഈ ഹോസ്പിറ്റലിൻ്റെ വളർച്ച ഒന്ന് അത്ഭുതവാഹമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ അത്ഭുതം സൃഷ്ടിക്കാൻ, മരുന്നിൽ കൂടി അത്ഭുതം സൃഷ്ടിക്കാൻ ആയുസ് കൂടുതൽ കിട്ടാമെന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ഹോസ്പിറ്റലൊക്കെ വേണം. സോ വീണ്ടും സുഹൃത്തുക്കളോട് നത്തിങ് ടു പറയും. നമ്മൾ ഏതാണ്ട് 75-80 വയസ്സ് കഴിഞ്ഞാൽ വെരി ഗുഡ് ലൈഫ്. പിന്നെ കിട്ടുന്ന ഓരോ ദിവസവും ഒരു ബോണസായിട്ട് കൊണ്ടുപോകേണ്ടാൽ മതി. ആയുസ് നീട്ടി കിട്ടാൻ പ്രാർത്ഥിക്കേണ്ട. ആയുസ് നമ്മുടെ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുക ആയുസ്. ഓക്കെ. സോ എല്ലാ സുഹൃത്തുക്കളോടും വീണ്ടും പറയുന്നു, നത്തിങ് ടു വറി. ഏത് ക്യാൻസർ, ഏത് മാറാരോഗം, ട്രീറ്റ് ലൈക്ക് ഒരു ജലദോഷം വന്നിട്ടൊരു പനി പോലെ വന്നവരൊക്കെ കണ്ടാൽ മതി. ആശുപത്രി പോവുക. പക്ഷേ നിങ്ങൾ ആശുപത്രിയിൽ പോയി നിങ്ങളെ കണ്ട് നിങ്ങൾ ഇത്തിരിയൊക്കെ നല്ല കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ബില്ലും അത് മോഡൽ വരും.
നിങ്ങളുടെ അസുഖത്തിൻ്റെ ശൈലി മാറും. അതിന് പല 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 മേഖലകളായി തിരിച്ച് നിങ്ങൾ ഏതാണ്ട് ഓരോരോ വശത്താക്കും. അപ്പോഴത്തേക്കും നമ്മുടെ സമയം എടുത്തു കഴിഞ്ഞ് മരിച്ചത് ക്യാൻസറിലായിരിക്കും, മറ്റേതെങ്കിലും കൊച്ചു രോഗമായിരിക്കും, പക്ഷേ അത് ക്യാൻസറിനായിരിക്കും. എങ്കിലും ആൾക്കാർക്ക് പറയാം ഇത്രയും വർഷം, അതിൽ 4 സ്റ്റേജ് ആകുമ്പോൾ ഏതാണ്ട് 4 വർഷമൊക്കെ ആകും. അപ്പോൾ 4 വർഷം വരെ ആ മരുന്നിൻ്റെ കാശിൻ്റെ പുറത്ത്, ആ ട്രീറ്റ്മെൻറ്റ് പുറത്ത്, മക്കളുടെ കഴിവിലാണ് ഇതൊക്കെ നിന്നൊക്കെ കുറച്ച് വീമ്പ് പറയാം. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ രോഗികളെ അധിക്ഷേപിക്കുകയില്ല, ഡോക്ടേഴ്സിനെ അധിക്ഷേപിക്കുകയില്ല, 5 സ്റ്റാർ ഹോട്ടലിനെ അധിക്ഷേപിക്കുകയില്ല. നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇറ്റ് ഈസ് റിട്ടേൺ. അത് ഓൾറെഡി ഓൾമൈറ്റി റിട്ടേൺ ചെയ്ത് 85 90 27 30 ഇതൊക്കെ എഴുതിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് നമ്മുടെ ജീവിതശൈലി ഒന്ന് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് വിൽ ഹാവ് ദ മോർ കോൺഫിഡൻറ്റ്. ഓക്കെ, സോ ഒരിക്കൽ കൂടി പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കളൊക്കെ വന്ന് ഇത് ചെയ്യുക. ഏത് രോഗികളുണ്ടെങ്കിലും നിങ്ങളതിൻ്റെ വലിയ രോഗമായിട്ട് കാണാതിരിക്കുക. ബി കോൺഫിഡൻറ്റ്, സന്തോഷമായിരിക്കുക. ദാറ്റ്സ് ഓൾ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ.